സാധിക്കേ ഞങ്ങൾ റൂമിൽ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞേ? ഫ്ലാറ്റിൽ തീ പിടിച്ചു എന്നോ? ഇവിടെ ഓലോ എടാ ഓലൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, പെട്ടെന്ന് വാ. നോക്കിയാട്ടോ വാപ്പിനെ നോക്ക്. ദാലെ ആ എടി നൂല് കെട്ടല് നിങ്ങളങ്ങ് നടത്തിക്കിപ്പോ. മുടി കളിച്ചതിനേക്ക് ഞാനങ്ങ് എത്തും. അപ്പൊ നമുക്കൊരു ആടിനെയോ പോത്തിനെ അങ്ങനെ ഇറക്കാം. എടിച്ചൊരു തൊഴിലും തരൂ. ഇങ്ങനെ ഫുൾ ടൈം വിളിച്ച് ഇങ്ങനെ കിണി 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 എന്ന് പറഞ്ഞിട്ട് എന്ത് ആ വയസ്സാവുമ്പോ ആൾക്കാർ ഇങ്ങനൊക്കെ തന്നെയാണേ. ജിമ്മൊക്കെ ഒന്നായി കണ്ടിട്ട് മരിച്ചാൽ മതി. ഓടെ മണ്ടൂസേ, ലോകത്ത് ആദ്യത്തെ മോനായിരിക്കും ഇങ്ങനെ പപ്പനോട് സർപ്രൈസ് ചോദിച്ചു വാങ്ങിട്ട്. സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അറിയാണ്ട് വരുന്നാലേ സർപ്രൈസ്. ശരിയടാ വിട്ടാ, അച്ഛൻ പിന്നെ വിളിക്കാട്ടാ. ഓക്കെ. ഫോൺ കുറെ നേരം കിടന്ന് അടിക്കുന്നു. എടാ സാധിക്കവിടെ കുറെ നേരം ഫോണിൽ വിളിക്കുന്നത്. ആ സാധിക്കാതെ അവിടെ കുറുക്കൻ വലിച്ച് കിടന്നുറങ്ങണു. സാധിക്കേ എനിക്കടാ സാധിക്കേ ഇന്ന് അനക്കട നൈറ്റ് ഡ്യൂട്ടി. വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാ. പെട്ടെന്ന് വന്നൊരു കാര്യം, എനിക്ക് അടുത്ത ആഴ്ച 2 എക്സ്ട്രാ ലീവ് തരാം. ഇന്ന് വന്ന് ചെയ്യടാ. നിങ്ങൾ ഇന്നലെ ലീവ് തന്നപ്പോ ഞാൻ വിചാരിച്ചു പണി തരാനാണ്. ഒന്നും വയ്യ, നമ്മൾ പോലെ ആരെങ്കിലും വിളിച്ചോളൂ. എന്താടാ ഇങ്ങനെയല്ല നമ്മളിങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക. വാ നീ വേഗം സൈറ്റിലെത്തണേ. ആ പണ്ടാളെ ഞാൻ പോവാ. സാധിക്കും ഇപ്പം അങ്ങോട്ട് പോകണ്ടടാ. എൻ്റെ നൈറ്റ് ഡ്യൂട്ടിക്ക് വെച്ചിട്ട് നിങ്ങളെല്ലാവരും കൂടി സുഖമായിട്ട് കടന്നു നോക്കാല്ലേ. അമ്മ അത് ഫോൺ എടുക്കില്ലല്ലോ. മോനെ അച്ഛൻ ഉറങ്ങുമായിരിക്കുന്നു. എന്തെല്ലാം പ്രതീക്ഷയായിട്ട് ഓരോ പ്രവാസികളും മുന്നോട്ടേക്ക് വരുന്നു. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണേ അല്ലാ.